ശ്ലോകം അലക്കിയിട്ടുണ്ടല്ലോ, നീ നമ്മളങ്ങോട്ട് സുഖിപ്പിക്കും. എന്നിട്ട് ഒരു വായ തോന്നി പറയുന്ന കുറേ ആൾക്കാർക്ക് ആദ്യൊരു സന്യാസിമാർ, ഭാഗവതം നടത്തുന്ന ഭാഗവതാചാര്യന്മാർ, അതുപോലെ ഭഗവത്ഗീത പ്രഭാഷകന്മാർ. അപ്പം അന്നത്തിന് വേണ്ടി പൂജ ചെയ്യുന്ന ആൾക്കാർ ചോദിക്കരുത്, അവർക്ക് പൂജ തന്നെ അറിയുള്ളൂ വിശ്വാസം. പക്ഷെ നീട്ടല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് സത്യം, സത്യത്തെ അന്വേഷിച്ച് പോവുക, സത്യം മാത്രമേ ഉള്ളൂ, സത്യത്തെ അന്വേഷിച്ച് പോവുക. ഇതന്നെ മോണയാ, ഇതന്നെ ശരിയല്ല. ഏത് ഈ കണക്ക് ശരിയാവില്ല. സത്യത്തെ മാത്രം, സത്യം മാത്രം സത്യമാണ്, സത്യം മാത്രമേ ഉള്ളൂ. നമ്മൾ സത്യം മാത്രം, ആരെയും കൊല്ലാതിരിക്കുക, സത്യം മാത്രം പറയുക. ഇത് തന്നെ ഭൂലോകമണ്ടാ നോണ, പച്ച നോണേ പറയണേ. എന്ത് അല്ലെങ്കിൽ പറയാം ഹനുമാൻ ചാടിയ ശ്രീലങ്ക എവിടെയാ കണക്ക് പ്രകാരം? യുഗമില്ലെങ്കിൽ പിന്നെ രാമായണമില്ല, മഹാഭാരതമില്ല. അപ്പോൾ പിന്നെ വേദവ്യാസ മഹാഭാരതത്തിലും ഈ സൗരസിദ്ധാന്തത്തിലും ഇതൊക്കെ ഈ കണക്ക് പറയുന്ന കാര്യത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മൊത്തം ഈ കഥ തന്നെ പൊളിഞ്ഞു. നിങ്ങളെ പറഞ്ഞ് സൂചിപ്പിക്കുന്നില്ല, ഒരു വലിയൊരു സഭയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു ഗംഭീര അലക്കലക്കുന്നില്ല. അവരോട് ചോദിക്കുക, എന്താ ഈ രാമൻ കൃഷ്ണനെ പറ്റിയേ? എല്ലാ യുഗത്തിലും വന്നിട്ട് ഈ പരിപാടി ഒപ്പിക്കുന്നത്. ഞാനിത് ക്ലബ് ഹൗസ് വെച്ചപ്പോൾ അപ്പം തന്നെ എന്നെ തെറി വിളിച്ചിറങ്ങി, ഈ ഭാരതത്തിനെതിരാണ്. അതിൽ ജോണി സാറ് പറഞ്ഞു, രുദ്രക്ഷി പറഞ്ഞതിൽ കാര്യമുണ്ട്. അതൊരു കഥയുണ്ട് തിരക്കാം. മറ്റേ ഹനുമാൻ ഒരു മോതിരം പോയി രാമൻ്റെ ഉണ്ട്. അപ്പോൾ അടിയിലേക്ക് ഇപ്പോൾ 4 മോതിരം കിട്ടിയതാണ്. എന്തോ രണ്ട് കാര്യത്തിൽ ചിന്തിക്കാം. ഒന്ന് എഴുതി വെച്ചവർ മണ്ടന്മാരാണ് ചിന്തിക്കാം, അല്ലെങ്കിൽ എഴുതി വെച്ചവർ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കാം. പക്ഷേ ഈ ചോദ്യം ഇന്നല്ലെങ്കിൽ നാളെ രുദ്രശ്രീയുടെ ഈ ചോദ്യം ഈ ഭാരതം മുഴുവൻ ചിന്തിക്കും, ചർച്ച ചെയ്യുന്നുള്ളതാണ്. ഏത് ഈ കണക്കും കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും തമ്മിൽ യോജിക്കുന്നില്ല, ഒരു കാരണവശാലും യോജിക്കുന്നില്ല. അതിൻ്റെ ഉത്തരം പറയാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാല് കഴുകി വെള്ളം കുടിക്കുക. ഇക്കണക്ക് പുരാണങ്ങൾ തമ്മിലൊരു കണക്റ്റിവിറ്റി, ഇൻ്റർലേഷൻ പറയാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ഞാൻ കാല് കഴുകി വെള്ളം കുടിക്കാം.